നമസ്കാരം. കഴിഞ്ഞ നവംബർ 10-ാം തീയതിയാണ് രാജ്യത്തെ നടുക്കിക്കൊണ്ട് ദില്ലിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം ഒരു സ്ഫോടനമുണ്ടായത്. ഒരു കാർ, സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഈ കാറും സ്ഫോടക വസ്തുക്കളുമായി കാർ ഓടിച്ചു വന്ന ഭീകരനടക്കം കൊല്ലപ്പെട്ട ഒരു സ്ഫോടനമായിരുന്നു അന്ന് നടന്നത്. 12ഓളം നിരപരാധികളാണ് ആ സ്ഫോടനത്തിൽ മരിച്ചത് എന്ന് മാത്രമല്ല, ഈ സ്ഫോടനം നടത്താനായി യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സ്ഫോടനം നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നില്ല. മറിച്ച് രാജ്യമെമ്പാടും വലിയ സ്ഫോടനങ്ങൾ നടത്താനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. ഈ ദില്ലിയിലെ സ്ഫോടനം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഈ ഭീകര സംഘാംഗങ്ങൾ പിടിയിലാകുന്നു. ഈ സംഘത്തിൽപ്പെട്ട പിടിയിലാകാത്ത ഒരു ഭീകരനാണ് ദില്ലിയിൽ സ്ഫോടനം നടത്തിയത്. പിടിയിലായ ഭീകര സംഘത്തിൻ്റെ പക്കൽ നിന്നും ഏതാണ്ട് 3000 കിലോഗ്രാമോളം വരുന്ന സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തിരുന്നു. ഈ പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ നിയമപരമായി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ നിയമപരമായ ഫോർമാലിറ്റീസുകൾ ചെയ്യുന്നതിനിടയിൽ അത് വീണ്ടും പൊട്ടിത്തെറിക്കുകയും ഏതാണ്ട് 12ഓളം ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ രാജ്യത്തിന് വലിയ നാശനഷ്ടം വരുത്തിവെച്ച സ്ഫോടനമായിരുന്നു ഈ ദില്ലിയിൽ നടന്ന ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനം. ആ സ്ഫോടനത്തിൽപ്പെട്ട, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് അറസ്റ്റിലായിട്ടുള്ള വൈറ്റ് കോളർ ജിഹാദികളെന്ന് നമ്മൾ വിളിക്കുന്ന ആ ഭീകര സംഘത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചോദ്യം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള അവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മൊഴിയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഇവരുടെ മൊഴികളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. അതായത് ഇവർ യഥാർത്ഥത്തിൽ പദ്ധതിയിട്ടിരുന്നത് ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റായ ഗ്ലോബൽ കോഫി ചെയിൻ, ഈ കോഫി ചെയിനിന് ധാരാളം ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ ധാരാളം ശാഖകൾ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. ഈ കോഫി ചെയിൻ ബ്രാഞ്ചുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് സ്ഫോടനങ്ങൾ നടത്തുക എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശം. ആ സ്ഫോടനങ്ങളിലൂടെ അവർ മുന്നറിയിപ്പ് നൽകാൻ ഉദ്ദേശിച്ചിരുന്നത് ഇന്ത്യക്കല്ല, ഇസ്രായേലിനായിരുന്നു. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം, ഗാസയിൽ പലസ്തീനെതിരെ ഇസ്രായേൽ നടത്തുന്ന കനത്ത ആക്രമണം, ആ ആക്രമണത്തിന് ഒരു പകരം ചോദിക്കലായി ഇന്ത്യക്കാരെ കൊല്ലുക എന്ന ഒരു വിചിത്രമായ ലക്ഷ്യമാണ് ഇവർക്കുണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന മൊഴി. അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്തത് ഗ്ലോബൽ കോഫി ചെയിൻ ഔട്ട്ലെറ്റുകൾ ബോംബ് വെച്ച് തകർക്കുക എന്നുള്ളതായിരുന്നു. ഈ കോഫി ചെയിൻ ഔട്ട്ലെറ്റുകൾ തകർക്കുക എന്ന ഉദ്ദേശം നിശ്ചയിക്കുമ്പോഴും ഈ ഭീകര സംഘത്തിലെ ഒരു വിഭാഗത്തിന് അതിനോട് താല്പര്യമില്ലായിരുന്നു. അതായത് ഈ കോഫി ചെയിൻ ഔട്ട്ലെറ്റുകളെ മാത്രം ആക്രമിച്ചുകൊണ്ട് ഇസ്രായേലിന് സന്ദേശം നൽകിയാൽ മാത്രം പോരാ, ഇന്ത്യക്കും ഒരു കൃത്യമായ സന്ദേശം നൽകണം. അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരിൽ സുരക്ഷാ സൈനികരുടെ സംഘത്തെ ആക്രമിക്കണം എന്നും അവർ കൂടിയാലോചിച്ചിരുന്നു. അങ്ങനെയും ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 ആക്രമണങ്ങളും നടത്താൻ നിശ്ചയിച്ചുകൊണ്ടാണ് ആയിരക്കണക്കിന് കിലോഗ്രാം ഈ സ്ഫോടക വസ്തുക്കൾ രാസവളത്തിൽ നിന്നും വേർതിരിച്ചെടുത്ത് സൂക്ഷിച്ചതെന്നും അത് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് എന്നുമാണ് ഇപ്പോൾ അറസ്റ്റിലായ ഭീകര സംഘത്തിൽ നിന്നും ലഭിക്കുന്ന സൂചന. എന്തായാലും രാജ്യം രക്ഷപ്പെട്ടത് വലിയ ഭീകരാക്രമണങ്ങളിൽ നിന്ന് തന്നെയാണ്. പക്ഷേ ദില്ലിയിലെ ചെങ്കോട്ടയിൽ നടന്ന ഭീകരാക്രമണം ഒഴിവാക്കാനായിട്ടില്ല. എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ പിടിയിലായവരുടെ മൊഴികൾ വിശദമായി അന്വേഷണ സംഘം, NIA സംഘം പരിശോധിച്ചു വരികയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.